ബിഗ് ബോസ് മലയാളം സീസൺ 7 തന്നെ ഒരു അപ്ഡേറ്റ് ആണ്. പുതിയതായിട്ടൊന്നുമല്ല, ഞാൻ ഫെബ്രുവരിയിൽ തന്നിരുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ്. നമ്മുടെ സീസൺ 7 പ്രൊമോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അപ്പൊ ഞാൻ ഫെബ്രുവരി ഒരു മിഡോട് കൂടി ഒരു അവസാനത്തോടു കൂടി ഒരു വീഡിയോ ഇട്ടിരുന്നു. ഈ ഒരു ചാനലല്ല, മറ്റൊരു ചാനലാണ്. അതിന്റെ ഒരു ലിങ്ക് ഞാൻ കമന്റിൽ ഇടുന്നതായിരിക്കാം. അപ്പം നമ്മുടെ ഒരു മാർച്ച് അവസാനത്തോടു കൂടി അല്ലെന്നുണ്ടെങ്കിൽ ഏപ്രിൽ ആദ്യ വീക്കോട് കൂടി സീസൺ 7 പ്രൊമോ എത്താനുള്ള സാധ്യതകളുണ്ട്. അണിയറയിൽ അതിന്റെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ജൂണിലേക്ക് തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീടാണ് കുറച്ച് തടസ്സങ്ങളും അതുപോലെ തന്നെ ഇതൊക്കെ കുറച്ച് ഡിലേ ആയിട്ട് വരാനുള്ളതും ആഗസ്റ്റിലേക്കൊക്കെ പ്ലാൻ ചെയ്യുന്നതും ബിഗ് ബോസ് പുതിയ മലയാളത്തിനായിട്ട് പുതിയ സെറ്റ് വാങ്ങുന്ന കാര്യങ്ങളൊക്കെ എത്തുന്നത്. എന്താണെന്നുണ്ടെങ്കിലും നിലവിൽ ബിഗ് ബോസിന്റെ സീസൺ 7 ഫസ്റ്റ് പ്രൊമോ ഈ വരുന്ന ആഴ്ചയിൽ അല്ലെന്നുണ്ടെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ എത്തുമെന്ന് തന്നെയാണ് അറിയുന്നത്. വിഷു പ്രമാണിച്ചൊക്കെ എത്താനുള്ള സാധ്യതകളുണ്ട്. ഒന്നും കൺഫേം അല്ല. ആക്ച്വലി ഇതെല്ലാം നേരത്തെ പ്ലാൻഡ് ആയിരുന്നു. മാർച്ച് അവസാനത്തോടു കൂടി അല്ലെന്നുണ്ടെങ്കിൽ ഏപ്രിൽ ആദ്യ ആഴ്ചയിൽ എത്തിക്കാൻ തന്നെ ആയിരുന്നു പ്ലാൻ. അതിന്റെ ഒരു അപ്ഡേറ്റ് ഞാൻ നൽകിയിരുന്നു നേരത്തെ തന്നെ. അപ്പൊ ഡിലേ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം സാധ്യതകളാണല്ലോ ഇത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് തടസ്സങ്ങൾ വരാം, നീണ്ടുപോകാം. കാരണം ഈ ഒരു സീസൺ നീണ്ടുപോകുന്നത് കൊണ്ട് ഈ പറയുന്ന പ്രൊമോയും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീണ്ടുപോകാം. അപ്പം ഇന്നലെയാണ് വിവരങ്ങൾ അറിയുന്നത്. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇടിയും മഴയും ഒക്കെ ആയിരുന്നു ഉച്ച കഴിഞ്ഞ്. അപ്പൊ ഇപ്പോൾ തന്നെ ഇടിയും മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീസൺ തുടങ്ങുന്ന സമയത്ത് നമുക്ക് നാട്ടിൽ നല്ല മഴയൊക്കെ ഉള്ള സമയമായിരിക്കും. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ എന്നൊക്കെ പറയുന്നത്. അപ്പം എങ്ങനെയാണ് ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുമോ, ലൈവ് നമുക്ക് കാണാൻ പറ്റുമോ, എത്രത്തോളം നമുക്ക് ഷോ ഒക്കെ കാണാൻ പറ്റും, അപ്ഡേറ്റുകളൊക്കെ എത്രത്തോളം നൽകാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. നല്ല മഴയും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇങ്ങനെയൊക്കെയാണ്. വീഡിയോ ഒന്നും കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റുന്നില്ല. എന്നാണേലും നമുക്ക് നോക്കാം. ഇവർ ഈ ഒരു സമയത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം നമുക്ക് മലയാളികളെ സംബന്ധിച്ച് നമുക്ക് ബിഗ് ബോസ് എപ്പോഴും ഈ പറയുന്ന ഫെബ്രുവരി, മാർച്ച് ആ സമയത്ത് തുടങ്ങുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത്. വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് നമുക്ക് ലൈവ് ആണെന്നുണ്ടെങ്കിലും ഷോ ആണെന്നുണ്ടെങ്കിലും മഴയും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണെങ്കിലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഈ പറയുന്നത് പോലെ ഏപ്രിൽ 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ ആഴ്ചയിലേക്ക്, അതായത് വരുന്ന ആഴ്ചയിൽ തന്നെ മിക്കവാറും ഫസ്റ്റ് പ്രൊമോ വരാനുള്ള സാധ്യതകളുണ്ട്. അത് ഫസ്റ്റ് പ്രൊമോ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പം നമ്മുടെ ലോഗോ വരുന്നതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കോമണേഴ്സിന്റെ പ്രൊമോ ആയിരിക്കാം, എന്തുവാണെന്നുണ്ടെങ്കിലും ആവാം. അപ്പൊ എന്താണെന്നതിനെ കുറിച്ചൊന്നും ഇതുവരെ ഒരു വ്യക്തതയില്ല. പക്ഷെ ഇവർ മുന്നേ തന്നെ ഇതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ചിലപ്പോൾ ഈ പറയുന്നത് പോലെ വരാൻ പോകുന്നു, ബിഗ് ബോസ് 7 വരാൻ പോകുന്നു, അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രൊമോ ആകാം. കോമണേഴ്സിനെ എടുക്കുന്നു, അതിനുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നതായി ബന്ധപ്പെട്ട പ്രൊമോയും കാര്യങ്ങളും ഒക്കെ ആകാം. ഒക്കെ ഇത്ര നേരത്തെ വിടുമോ എന്ന് അറിയത്തില്ല. ചിലപ്പോൾ ലോഗോ ഒക്കെ വിട്ട് കണ്ടിന്യൂസ്ലി അതിന്റെ പ്രൊമോയും കാര്യങ്ങളും ഒക്കെ തുടങ്ങുന്നത് വരെ അങ്ങ് എത്തിക്കാനുള്ള കലാപരിപാടികളൊക്കെ ആയിരിക്കാം. കാരണം ജിയോ ഹോട്ട്സ്റ്റാർ ഒക്കെ മെർജിങ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ജിയോയുടേതായ പരസ്യങ്ങളും കാര്യങ്ങളും നടത്താൻ വേണ്ടി നേരത്തെ തന്നെ കുറച്ച് പ്രൊമോഷനും കാര്യങ്ങളും അവർ നടത്തിയേക്കാം. എന്താണേലും നമുക്ക് നോക്കാം. ഇതൊരു അപ്ഡേറ്റ്, പുതിയതായിട്ടൊരു അപ്ഡേറ്റ് അല്ല ഞാൻ തരുന്നത്. ഇപ്പം റീസെന്റ് ആയിട്ട് അറിഞ്ഞതുകൊണ്ട് അടുത്ത ആഴ്ചയിലേക്ക് എത്താനുള്ള സാധ്യതകൾ പറയുന്നു. ചിലപ്പോൾ മുടങ്ങിയേക്കാം കേട്ടോ. എന്നാലും അപ്ഡേറ്റ് ആയതുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്താണെന്നുണ്ടെങ്കിലും മറ്റ് അപ്ഡേറ്റുകൾ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അറിയിക്കുന്നതായിരിക്കും. വേറെ പ്രത്യേകിച്ച് ഇപ്പൊ പുതിയതായിട്ട് അപ്ഡേറ്റുകളൊന്നും ഇല്ല. ഓഡീഷൻസ് ഒക്കെ നടക്കുന്നു. മറ്റു കോഴ്സിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ സെറ്റിന്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പലർക്കും കോൾ എത്തുന്നുണ്ട്. ഓഡീഷൻസ് ഒക്കെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. മികച്ച കണ്ടസ്റ്റൻസ് തന്നെ വരട്ടെ. ഞാൻ ഇപ്പോഴും പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ മാക്സിമം അവർ ഒഴിവാക്കി മികച്ച കണ്ടസ്റ്റൻസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നന്നാകുമെന്ന് തന്നെയാണ് എനിക്കും ഒരു അഭിപ്രായമുള്ളത്. ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വന്നിട്ട് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. സീസൺ 1, 4 ഒക്കെ പോലെ തന്നെ മികച്ച കണ്ടസ്റ്റൻസ് എത്തട്ടെ. ഫയർ ആയിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് സീസൺ 1 പോലെ മികച്ച കണ്ടസ്റ്റൻസ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിരിക്കുന്നവർക്കും ഒരു എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ടാകും. എന്താണേലും ജിയോ ഒക്കെ വന്നതുകൊണ്ട് തന്നെ അവർ മികച്ച ആൾക്കാരെ തന്നെ ഇറക്കി ഈ ഒരു സീസൺ നല്ല രീതിയിലാക്കാനായിരിക്കും ശ്രമം. കാരണം അവരുടെ ഫസ്റ്റ് മലയാളം ബിഗ് ബോസ് കൂടിയാണല്ലോ വന്നതിന് ശേഷമുള്ള. അതുപോലെ തന്നെ പുതിയ സെറ്റും കൂടിയാണ്. അപ്പം മികച്ച രീതിയിൽ എത്തിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.